യുക്തിവാദിയുടെ ദൈവശാസ്ത്രം എന്നൊരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇതില് നമ്മൾ സാധാരണ ദൈവം എന്ന് പറയുമ്പോൾ യുക്തിവാദികൾ, റാഷണലിസ്റ്റുകളായിട്ടുള്ളവർക്ക് വളരെ പരിചയമുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ദൈവം. അതിനെ ഒരല്പം വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൽ ദൈവം ഉണ്ടോ, ദൈവം എന്താണ് എന്ന് ചോദിക്കുന്നതിനെ കുറച്ച് വ്യത്യസ്തമായിട്ട്, അതിനെ ഒന്ന് പ്രായോഗികമായിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പൊതുവെ മത നേതാക്കൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങളെ ഒന്ന് വ്യക്തമാക്കാം, എന്റേതായ ചിന്തകൾ പങ്കുവെക്കാം, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ദൈവമുണ്ടോ? വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു സർക്കിൾസിൽ, അല്ലെങ്കിൽ നമ്മളൊരു മതത്തെ ചോദ്യം ചെയ്യുന്നു, മതവുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്, മതത്തെ നമ്മൾ അന്ധമായി പിന്തുടരുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായിട്ടും കേൾക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം ഉണ്ടോ എന്നുള്ളത്. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച്, ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും ഈ ഒരു ചോദ്യം, ലോകത്തിലെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദൈവമുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു മതവിശ്വാസി ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ലോകം നിലനിൽക്കുന്നതോ അല്ലെങ്കിൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അദൃശ്യ ശക്തി ഉണ്ടോ എന്നുള്ള ചോദ്യം പ്രധാനമെന്നത് മാത്രമല്ല, ആ ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു സങ്കല്പത്തിനുള്ള ഒരു സാധ്യത അല്പമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ശാസ്ത്രമെന്നോ യുക്തി എന്നോ പറയുന്ന യാതൊരു കാര്യത്തിൽ നമ്മൾ ആശ്രയിച്ചുകൂടാ, ഈ ശക്തിയിൽ തന്നെ നമ്മൾ ആശ്രയിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ പിറകിലുണ്ട്. അപ്പോൾ ഇതിന് അടുത്തൊരു ചോദ്യം, ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും പലവിധമായ ന്യായങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. നമുക്കെല്ലാം പരിചയമുള്ള പോലെ, ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇല്ലാതിരിക്കുമോ? സൃഷ്ടാവില്ലാതെ ലോകമുണ്ടാകുമോ? എല്ലാത്തിനും പിന്നെ ഒരു ശക്തിയില്ല, ഇതെങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ കോമൺ ആയിട്ട്, നമ്മൾ വളരെ പതിവായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ഒരു കാലത്ത് ഒരു പക്ഷേ നമ്മൾ കളിയാക്കി പറയുന്ന പോലെ തേങ്ങയിലാരും വെള്ളം നിറച്ചു എന്നുള്ള ഒരു ചോദ്യം തുടങ്ങി. ഇന്ന് അത് ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങൾ കടമെടുത്തുകൊണ്ട് ആണിപ്പോൾ ചോദ്യം. എനർജിയാണ്, മാറ്റർ ആണ്, ടൈം ആണ്, അതിനുശേഷം ക്വാണ്ടം ഫിസിക്സ്, തെർമോഡൈനാമിക്സ്, ഹിഗ്സ് ബോസോൺ മുതൽ നമ്മൾ കേൾക്കാത്തതൊന്നുമില്ല. ദൈവം എന്നുള്ള സങ്കല്പമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രത്തിൽ എന്തൊക്കെ വാക്കുകളോ, എന്തൊക്കെ പദങ്ങളോ, എന്തൊക്കെ കൺസെപ്റ്റുകളോ ഉണ്ടോ അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവം ഉണ്ടെന്നോ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയോ ദൈവത്തിന്റെ അസ്തിത്വവുമായിട്ട് ശാസ്ത്രത്തെയും ബന്ധപ്പെടുത്തി പലരും ചോദിക്കാറുണ്ട്. ഇത് വളരെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ശരാശരി സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു മത നേതാവ് ഇങ്ങനെ കുറെ ജാർഗണുകൾ ഉപയോഗിച്ച് ദൈവത്തിന്റെ അസ്തിത്വമുണ്ട്, ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് ചുരുങ്ങിയ വശം എന്തോ ഒന്നില്ലേ, ദൈവമില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയവും ഒരു ശരാശരി മതവിശ്വാസിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഒരു പേട്ട് പരീക്ഷിച്ചുള്ള ഒരു വാക്കാണ് അപ്പോസ്റ്റേറ്റ്, മതവിശ്വാസം വിട്ടുപോകുന്ന ഒരു വ്യക്തി. ഇത് മതത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മതം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും താല്പര്യമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ മതം ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ മതത്തിനെതിരെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എതിർപ്പുകൾ നമ്മൾ എല്ലാവരും നേരിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇവര് നമ്മളെ ഒരു പ്രത്യേക ഒരു വിഭാഗമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തോ പ്രത്യേകതയുള്ള മോശമായ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മളെ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഡിക്ഷണറി, ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്നൊരു കോട്ടാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വായിക്കാമെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോസ്റ്റേറ്റ്, അതായത് മതം ഉപേക്ഷിക്കുന്ന വ്യക്തി എന്നുള്ള ഒരു വാക്യത്തിൽ പ്രയോഗിക്കുക. നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന ഒരു കാര്യം വാക്യത്തിൽ പ്രയോഗിക്കുക. ആ വാക്യത്തിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രയോഗിച്ചിരിക്കുന്നത് വളരെ വിചിത്രമാണ്. അവിടെ പറഞ്ഞു, ആഫ്റ്റർ 50 years as an apostate he returned to his faith. മതവിശ്വാസം ഉപേക്ഷിച്ച് 50 വർഷം ജീവിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് വിശ്വാസത്തിലേക്ക് പോയി. അത് അപ്പോസ്റ്റേറ്റ് എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുക്കുന്ന നിർവചനം ഒരു വാക്യത്തിൽ പ്രയോഗിച്ച് ആ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നതും അദ്ദേഹം തിരിച്ച് വിശ്വാസത്തിലേക്ക് പോയി എന്നുള്ളതാണ്. 50 വർഷത്തിന് ശേഷം പറഞ്ഞു തരുന്നത് ഈ മതം വിശ്വസിക്കുക അല്ലെങ്കിൽ മതം വിടുക എന്നുള്ളത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയും ദൈവത്തിന്റെ അസ്തിത്വം കടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ചിന്താ പദ്ധതി അല്പം മാറുന്നു. പൂർണ്ണമായി ഒരു ഭക്തനായിരുന്നു അല്ലെങ്കിൽ വിശ്വാസിയായിരുന്നിടത്തുനിന്ന് നമ്മൾ ചിന്തയിൽ അല്പം നമ്മുടെ മനസ്സിൽ കുറച്ച് യുക്തിബോധം വരുന്നു, ശാസ്ത്രബോധം വരുന്നു, ഒരു സയന്റിഫിക് ടെമ്പർ വരുന്നു. നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന മതവിഭാഗം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളായ സുഹൃത്തുക്കൾ, അവരുടെ മനസ്സിൽ വരുന്നത് പിക്ചർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നിരീശ്വരവാദിയായി. ഒരു യുക്തിവാദി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം ശാസ്ത്രബോധം വരുന്നു, സയന്റിഫിക് ടെമ്പർ വരുന്നു എന്നുള്ളതല്ല ഇവരുടെ മനസ്സിലേക്ക് വരുന്നത്. ആദ്യം ഇവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾ എത്തീസ്റ്റായി, യുക്തിവാദിയായി എന്നുള്ളതാണ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം പോലും പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് മറ്റെന്തൊക്കെയോ പറയുന്നു. അല്ലാതെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്നല്ല ഒരിക്കലും മതം നമ്മളോട് പറയുന്നത്. നമ്മൾ
ഈ ദൈവമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പൊ ദൈവമാണ് അവിടെയും, ദൈവത്തിന്റെ അസ്തിത്വമാണ് അവിടെയും അവർക്കൊരു പ്രശ്നമായിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാല് നമ്മൾ മതം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മതത്തിന്റെ ശാസനകൾ, മതത്തിന്റെ കഥകൾ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് വന്നാൽ നമ്മളോടൊക്കെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതാണ് അവരുടെ ഒരു ചോദ്യം. അല്ലാതെ മതം നമ്മളോട് മതപാഠശാലകളിൽ, സൺഡേ സ്കൂളായാലും മദ്രസയിലായാലും ഏത് മതപാഠശാലയിലായാലും വർഷങ്ങളായി നമ്മളെ പഠിപ്പിച്ച കഥകൾ, അത് മണ്ണ് കുഴച്ച് മനുഷ്യനെ മെനഞ്ഞത് മുതൽ ജലപ്രളയം മുതൽ, അല്ലെങ്കിൽ ഓരോ പ്രവാചകന്മാരെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ ഉള്ള കഥകൾ, ഈ കഥകൾ തെറ്റാണെന്നും ഈ കഥ വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നുന്നില്ലെന്നും അതുകൊണ്ട് ഞാൻ മതം ഉപേക്ഷിച്ചു എന്ന് പറയാൻ അതൊരു സാധ്യതയെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. ദൈവം ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ചുരുക്കി പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം എവിടെയോ ഉണ്ടെന്നും അതില്ലെന്ന് തെളിയിക്കാൻ പറ്റില്ലെന്നും, അത് തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഞാൻ പറയുന്ന മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിൽ ഞാൻ പറയുന്ന കഥകൾ വിശ്വസിച്ചു കൊള്ളണം എന്ന ഒരു അങ്ങനെ ഒരു മനോഭാവമാണ് മതം നമ്മുടെ മുമ്പിലോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇതിനെ രണ്ടും രണ്ടായിട്ട് കാണുക എന്നുള്ള ആശയമാണ് ഞാൻ പ്രധാനമായിട്ട് മുമ്പോട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മതം അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് എന്ന് പറഞ്ഞിട്ടല്ല, സൃഷ്ടാവെന്നോ ലോക സൃഷ്ടാവെന്നോ സർവജ്ഞാനി എന്നോ ഒന്നും പറഞ്ഞിട്ടല്ല ഒരു മതവും ഈ ലോകത്തിലേക്ക് വന്നത്. ഈ ലോകത്തിലേക്ക് ക്രിസ്തു മതമായാലും ഇസ്ലാം ആയാലും ബുദ്ധമതമായാലും സിഖ് മതമായാലും ഏത് മതമായാലും മതം ലോകത്തിലേക്ക് വരുന്നത് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ്. ഈ വ്യക്തിക്ക് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക അനുഭവം, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു പ്രകൃതിയാതീത ശക്തി ഇദ്ദേഹത്തോട് സംസാരിച്ചു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു അവകാശവാദത്തിൽ നിന്നാണ് മതം വരുന്നത്. ഒരിക്കലും സർവശക്തനായ ഒരു ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നോ ഒരു സങ്കല്പത്തിൽ നിന്ന് വന്നതല്ല ഈ മതങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചോദ്യങ്ങളെയും, അതായത് ദൈവം ഉണ്ടോ എന്ന സങ്കല്പവും ഈ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇതിന് വെളിപാടുകളിലൂടെ ചില മതങ്ങളോ അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങളോ സൃഷ്ടിച്ച വ്യക്തികളെയും രണ്ടായിട്ട് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ ചില കഥകളാണ് മതങ്ങൾ ഉണ്ടാക്കിയത്. ചില കഥകൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ, അതിന്റെ ബേസിസിലാണ് ഓരോ മതവും ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഒരു അനാദിയായ സൃഷ്ടാവായ ഒരു ദൈവം ഉണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയത് കൊണ്ടോ ആ ദൈവം വന്നതുകൊണ്ടോ നേരിട്ട് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വന്നതുകൊണ്ടല്ല. തീർച്ചയായിട്ടും ഒരു ഇടനിലക്കാരൻ, ഒരു പ്രവാചകനെന്നോ ഒരു മിശിഹ എന്നോ എന്തെങ്കിലും പറയുന്ന, ദൈവത്തിന്റെ ഒരു ദൂതൻ എന്നോ പറയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു മതത്തിലുണ്ടാവും. ഞാൻ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്, ദൈവമുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ദൈവത്തെ ഞാൻ കണ്ടു, എന്നോട് ദൈവം സംസാരിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ ആധികാരികതയാണ് ഒരുപക്ഷെ നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ഈ ഒരു കൺസെപ്റ്റ് വിശദീകരിക്കാനായിട്ട് സിനോസ് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു കഥ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു സീനോ. അദ്ദേഹം അരിസ്റ്റോട്ടലിനൊക്കെ വളരെ, സോക്രട്ടീസിനൊക്കെ വളരെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ്. കുറെ പാരഡോക്സുകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഇദ്ദേഹം സൃഷ്ടിച്ച കുറെ പാരഡോക്സുകളിൽ ഒന്നാണ് അക്കിലീസ് ആൻഡ് ദ ടോർട്ടീസ് എന്ന് പറയുന്ന ഒരു വിരോധാഭാസം, ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഥയുടെ പുറയിലും എനിക്ക് വ്യക്തിപരമായൊരു കഥയുണ്ട്. 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ടി ജെ ജോസ് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് അധ്യാപകൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഈ കഥ ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇദ്ദേഹത്തെ ഓർക്കാൻ വേറെ ഒരു കാരണമുള്ളൂ. ഇംഗ്ലീഷിൽ എനിക്കറിയാവുന്ന ചീത്തവാക്കൾ മുഴുവൻ 6ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളെ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് സാർ തന്നെയാണ്. കാര്യം ഇദ്ദേഹം ക്ലാസ്സിൽ വരും കൊണ്ട് ഞങ്ങളെല്ലാം ചീത്ത വിളിക്കും, നല്ല ഭേഷമായിട്ട് ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കും. അന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് ചീത്തവാക്കാന്ന്. സ്കൂളിലന്ന് വലിയ മോണിറ്ററിംഗ് സൂപ്പർവിഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. ഇദ്ദേഹം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ നിന്ന് ഇറങ്ങി 1-2-3 വർഷത്തിന് ശേഷം ഒരു ദിവസം രാവിലെ പത്രം തുറക്കുമ്പോൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ടി ജെ ജോസ് സാറിന്റെ ഫോട്ടോ ഇരിക്കുന്നു. അല്പം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്, അദ്ദേഹം ഭാര്യയും അമ്മയും കൊന്നു കളഞ്ഞു, അദ്ദേഹത്തിന് അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയും വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ വന്ന് പേപ്പറിൽ വന്നത്. അപ്പൊ ഇങ്ങനെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് കുറച്ച് ഷോക്കിംഗ് എക്സ്പീരിയൻസുകളും ഒക്കെ ഉള്ള ഒരു കഥയാണ് സിനോസ് പാരഡോക്സിൽ ഒന്നായ അക്കിലീസ് ആൻഡ് ടോർട്ടീസ്. ഇതിലെ ഗ്രീക്ക് ഇവരുടെ മിത്തോളജിയിലെ ഒരു അതീവമായ കായിക ശേഷിയുള്ള അക്കിലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഒരു ആമയും തമ്മിലുള്ള ഓട്ട മത്സരമാണ് ഈ ഒരു കൺസെപ്റ്റിന്റെ പിന്നിലുള്ള ഒരു സങ്കല്പം. ഇത് പല രീതിയിലുണ്ട്. ഇത് അക്കിലീസും ഒരു കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ്, ഈ ഒരു പാരഡോക്സ് പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അക്കിലീസ് ആൻഡ് ടോർട്ടീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ, ആ ഒരു വേർഷനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിലെ സബ്ജക്ട് എന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരമാണ്. അപ്പൊ അക്കിലീസ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഓടുന്ന കായികക്ഷമത കൂടിയ ഒരു വീരനായ ഒരു മനുഷ്യനാണ് അക്കിലീസ്, ഒരു ഹീറോയാണ് അക്കിലീസ്. ഇദ്ദേഹം ഒരു ആമ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു ആമയുമായിട്ട് ഓട്ട മത്സരം നടത്തുകയാണ്. അപ്പൊ ചോദ്യം, ആര് ജയിക്കും എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ക്യാച്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ ആമ
കുറച്ച് മുമ്പിൽ, മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 10 മീറ്ററോ അല്ലെങ്കിൽ 20 അടിയോ 50 അടിയോ കുറച്ച് ദൂരം മുമ്പിലാണ് ആമ നിൽക്കുന്നത്. അക്കിലീസ് കുറച്ച് പുറകിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓട്ട മത്സരം തുടങ്ങി ഏതാനും സെക്കൻഡുകൾക്കകം അക്കിലീസ് വളരെ വേഗം ഓടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആമയുടെ മുമ്പിൽ കയറും, അദ്ദേഹം ആമയെ ഓവർടേക്ക് ചെയ്യും, മുമ്പോട്ട് പോയി നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പദ്ധതിയാണ്, ഒരു കാര്യമാണ്. പക്ഷെ സിനോസ് പാരഡോക്സിലെ ആന അക്കിലീസിനോട് ചോദിക്കുന്ന ഉറപ്പാണോ? അക്കിലീസ് പറയും നീ ഓടിക്കോ, ഞാൻ പിന്നാലെ വന്നോളാം, ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ആമ ചോദിക്കുന്ന ഉറപ്പാണോ? കാര്യം ഈ സിനോയ്ക്ക് അതിനൊരു അദ്ദേഹത്തിന്റെ പാരഡോക്സിൽ എന്ന് പറയുന്ന കാര്യത്തിന് അതിനൊരു ലോജിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഓട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു റേസ് നടക്കുകയാണ്. അപ്പോൾ അക്കിലീസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ആമ അടുത്തൊരു കുറച്ച് മുമ്പിൽ നിൽക്കുന്നു. അക്കിലീസ് ഓടി ആമ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അക്കിലീസ് എത്തുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആമ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടാവും. അവിടുന്ന് അക്കിലീസ് ഓടി ആമ രണ്ടാമത് നിൽക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ആമ അപ്പോഴും കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷം അവിടെ അക്കിലീസ് എത്തുമ്പോൾ ആമ അവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങനെ ആമ എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആമ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. പക്ഷെ ഇവർ ഒരിക്കലും അക്കിലീസിന് ആമയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു വാദമാണ്, വിചിത്രമായ വാദമാണ് ഈ സിനോസ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഒന്ന് പറയാൻ ശ്രമിച്ചാൽ വലിയ കണക്കൊന്നുമില്ല. അതായത് അക്കിലീസ് ആമയുടെ ഇരട്ടി വേഗത്തിൽ ഓടുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ അക്കിലീസും ആമയും തമ്മിൽ ഒരു ദൂരമുണ്ട്. അപ്പൊ ആ ദൂരം അക്കിലീസ് കവർ ചെയ്ത് വരുമ്പോൾ ബി എന്ന് പറയുന്ന സ്ഥലത്ത് അക്കിലീസ് എത്തുമ്പോൾ ആമ ആദ്യം ഉണ്ടായിരുന്ന ദൂരത്തിന്റെ പകുതി, അതായത് അതിന്റെ 2/1, 1/2, ഹാഫ് മുമ്പോട്ട് പോയി കഴിഞ്ഞു. ആ സ്ഥലത്ത് അക്കിലീസ് എത്തുമ്പോൾ ആമ ആദ്യം ഉണ്ടായിരുന്ന ദൂരത്തിന്റെ 4/1, 1/4 വീണ്ടും മുമ്പോട്ട് പോയി കഴിഞ്ഞു. ഇങ്ങനെ 1/4 അതിനുശേഷം 1/8, 8/1, 16/1 ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് തുടർന്നുകൊണ്ട് പോകും. ഗ്യാപ്പ് കുറഞ്ഞു വരും, പക്ഷെ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളതായിരുന്നു ഇദ്ദേഹം ഉന്നയിച്ച വാദം. നൂറ്റാണ്ടുകളോളം ഈ വാദത്തിന് ഒരു കൃത്യമായ മറുപടി പറയാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. അതിനുശേഷം മാത്തമാറ്റിക്സ് വികസിക്കുകയും ഗണിതശാസ്ത്രം വികസിക്കുകയും ഇതിന് കൃത്യമായ ഒരു നിർവചനം കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്തു. എന്താണ് നിർവചനം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇക്വേഷൻ അത് വായിക്കണമെന്നില്ല, അത് മാത്സുമായിട്ട് പരിചയമുള്ളവർക്ക് മനസ്സിലാവും. ഒരു സിഗ്മ എഴുതിയതിനു ശേഷം n = 1 up to infinity 1/2 raised to n എന്നൊക്കെ പറഞ്ഞാൽ ചുരുക്കത്തിൽ അത് മലയാളത്തിലല്ലേ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹാഫ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. അതായത് 2/1, 4/1, 8/1, 16/1, പിന്നെ 32/1, 64/1, 128/1 എന്ന് അങ്ങനെ നീണ്ട് ഇൻഫിനിറ്റി വരെ പോകുന്നു. അപ്പൊ ഇതിൽ ഇൻഫിനിറ്റി വരെ പോകുന്ന കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അക്കിലീസിന് ആമയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ മാത്തമാറ്റിക്കലി ഇത് തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലും ഇതിന് മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ഒരു കൺവേർജൻസ് സീരീസ് എന്ന് പറയും. അതായത് ഒരു കൃത്യമായ ഒരു വാല്യൂവിലേക്ക് ഇത് എത്തിച്ചേരുന്നുണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ കാണിക്കാൻ പറ്റും. 1 മീറ്റർ ബൈ 1 മീറ്റർ ഉള്ള ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതിന്റെ പകുതിയുള്ള ഒരു ഭാഗമാണ്. വലതുവശത്ത് താഴെ കാണുന്നതിന്റെ 4/1 ഒരു ഭാഗമാണ്. വലതുവശത്ത് താഴെ അതിന്റെ മുകളിൽ കാണുന്ന 8/1 ഒരു ഭാഗമാണ്. ഇങ്ങനെ 8/1, 16/1 ഇങ്ങനെ ഈ സ്ക്വയറുകൾ രണ്ട് രീതിയിലും അതിനെ ഡിവൈഡ് ചെയ്ത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 2/1, 4/1, 8/1 അങ്ങനെ ഇൻഫിനിറ്റി വരെ ഇത് ഡിവൈഡ് ചെയ്ത് പോവുകയും അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ കൃത്യമായ 1 ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഈ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് കൊണ്ടോ 10 സെക്കൻഡ് കൊണ്ടോ നടക്കേണ്ട ഒരു കാര്യം അക്കിലീസ് കൃത്യമായിട്ട് ഈ ആമയെ ഓവർടേക്ക് ചെയ്ത് പോകും. പക്ഷെ അതിനെ വീണ്ടും വിശദീകരിക്കുകയും ഇൻഫിനിറ്റ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയും അതിനെങ്ങനെ വിഭജിച്ച് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വാദം നിലനിൽക്കുന്നത്. അതേസമയം കൃത്യമായ A to B, B to C കൃത്യമായ അതേ ഒരു ദൂരം തന്നെ വെച്ച് കഴിഞ്ഞാൽ അക്കിലീസ് കൃത്യമായിട്ട് B എന്ന് പറയുന്ന അടുത്ത പോയിന്റിൽ ആമയെ ഓവർടേക്ക് ചെയ്യും. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുകയേ വരികയുള്ളൂ. ഒരിക്കലും ഈ ഗ്യാപ്പ് കുറയാനായിട്ട് പോകുന്നില്ല, അത് കൂടിക്കൂടി വരും. പക്ഷെ ചില വാക്കുകളുടെ ചില കൺസെപ്റ്റുകളുടെ കളി കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഒരു സാധാരണക്കാരനെ സൃഷ്ടിക്കുകയും ഒരു മാത്തമാറ്റിക്കലായിട്ട് തന്നെ വിശദീകരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ഈ ഗ്യാപ്പ് ഒരിക്കലും ബ്രിഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കൺസെപ്റ്റാണ് ഇദ്ദേഹം ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം വിജയകരമായി സിനോ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ മുതൽ വളരെ പേര് ഇതിനെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വരുന്നത് വരെ അതിനൊരു മറുപടി പറയാൻ ആരെക്കൊണ്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇതേ ഒരു കാര്യമാണ് നമ്മൾ ദൈവസങ്കല്പത്തിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവമുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യത്തെ വീണ്ടും സയൻസിൽ കൂടുതൽ ഗ്യാപ്പുകൾ കുറഞ്ഞു ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാധ്യതകളായിട്ട് പണ്ട് പറഞ്ഞിരുന്ന ഓരോ കാര്യത്തിനും ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ വരുമ്പോൾ അതിന് കുറച്ചപ്പുറത്തേക്ക് കുറച്ചു മുമ്പോട്ട് വീണ്ടും ഈ ദൈവത്തിന്റെ വാദത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിലനിൽപ്പിനെ കൊണ്ടുപോവുകയും എന്നാൽ അതിനുശേഷമുള്ള ചോദ്യം
നിങ്ങളുടെ പ്രവാചകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവദൂതൻ, അദ്ദേഹത്തിന് മിക്കവാറും ആണുങ്ങളാണ് അല്ലെ, സ്ത്രീകൾ വളരെ കുറവാണ്. അപ്പൊ ഈ വ്യക്തിക്ക് കിട്ടിയ വെളിപാട് ദൈവത്തിൽ നാമെന്നുള്ളതിന് എന്ത് തെളിവാണ്, എന്ത് ആധികാരികതയാണ് ഉള്ളത് എന്ന ചോദ്യത്തെ മനഃപൂർവ്വം ഒഴിവാക്കി കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചുരുക്കത്തിൽ സാധാരണക്കാരന്റെ അടുത്തേക്ക് ദൈവസങ്കല്പം ഇപ്പോഴത്തെ നിലയിൽ, പണ്ടിങ്ങനെ ആയിരുന്നില്ല, ഇപ്പോഴത്തെ നിലയിൽ ഇങ്ങനെയുള്ള കുറെ വളരെ ശാസ്ത്രീയമായ വിശദ വിവരങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അല്ലെ. ഇപ്പൊ കാണുന്ന പ്രപഞ്ചത്തിന് എത്രയാണ് 13.8 ബില്യൺ വർഷം ഒരു പക്ഷേ പഴക്കമുണ്ടാകും. യൂണിവേഴ്സ് പ്രപഞ്ചം ഇങ്ങനെ തുടർച്ചയായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാവുന്ന പ്രപഞ്ചം ഇത്ര ബില്യൺ 93 ബില്യൺ പ്രകാശ വർഷമാണ്. നമ്മളുടെ ഏറ്റവും അടുത്ത ആൻഡ്രോമീഡ ഗാലക്സി അല്ലെങ്കിൽ 2.54 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അവേ ആണ്. ഇത്രയും ദൂരത്തിലാണ്. നമ്മുടെ ക്ഷീരപഥം മിൽക്കി വേ ഗാലക്സിക്ക് 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം പ്രകാശ വർഷം വ്യാസം ഉണ്ടാവും. ഇങ്ങനെ കുറെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിസ്മയകരമായ കുറെ കഥകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറയാണ്, ഇതാണ് എന്റെ ദൈവം. ഈ കാണുന്ന അത്ഭുതകരമായ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ട്, ഇല്ലെന്നെങ്ങനെ പറയാൻ പറ്റും? സെയിം ഇതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കാളും വലുതായിരിക്കും. പിന്നെ എന്ത് വേണമെങ്കിലും ആ ദൈവത്തിന് കഴിവുകൾ നമുക്ക് ചാർത്തി കൊടുക്കാം. സർവശക്തനാണെന്നോ സർവജ്ഞാനിയാണെന്നോ എന്ത് വേണമെങ്കിലും ഈ ദൈവത്തിന് നമുക്ക് കൺസെപ്റ്റ് ചാർത്തി കൊടുക്കാം. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കൃത്യമായ ഒരു കൺഫ്യൂഷൻ ഇതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം, എന്തോ കൺഫ്യൂഷനാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇതിനു മുമ്പായിട്ട് തന്നെ കൃത്യമായി ഞാൻ എന്റെ നിലപാട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഡസ് ഗോഡ് എക്സിസ്റ്റ്, ദൈവം ഉണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. കൃത്യമായി നിങ്ങൾ മറുപടി ദൈവം ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചോദ്യം, നിങ്ങളുടെ അവകാശവാദത്തിന്, നിങ്ങളുടെ മതം ദൈവത്തിൽ നിന്ന് വന്നതാണ്, നിങ്ങളുടെ മതം പറയുന്ന കഥകൾക്ക് എന്ത് തെളിവുണ്ട് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു ചോദ്യം പിന്നെ മറുപടിയിലേക്കാണ് നമ്മൾ നേരിട്ട് പോകേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. കാര്യം സാധാരണക്കാരായ പലരും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശാസ്ത്രവും അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും തർക്കിച്ചും വാദിച്ചും മണിക്കൂറുകളോ ദിവസങ്ങളോ വർഷങ്ങളോ കഴിച്ചുകൂട്ടി പോകുന്നു. മതം ഉപേക്ഷിക്കാൻ പോകുന്ന പലരെയും ഈ ഒരു കൺഫ്യൂസിംഗ് സീനോസ് പാരഡോക്സ് പോലെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ച് പലരും മതത്തിൽ പിടിച്ചു നിർത്തുകയും ഒരു ജീവിതകാലം മുഴുവൻ ഈ ദൈവം ഉണ്ടോ, ദൈവം എന്താണ്, ഈ കൺസെപ്റ്റ്, അതിൽ ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ ചോദിച്ച് മുമ്പോട്ട് പോയി മനുഷ്യൻ ജീവിതം വേസ്റ്റാക്കിയാണ്. എന്നാൽ കൃത്യമായ ചോദ്യം ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചാൽ മതം ഒരു വിഡ്ഢിത്തരമാണെന്ന് നമുക്ക് ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ദൈവം, ഈ പറഞ്ഞ ഗോത്രവർഗ ദൈവങ്ങളൊന്നും ഉണ്ടായത് ശാസ്ത്രം പഠിച്ചിട്ടല്ല, അവരെന്ന് വിശ്വസിക്കുന്ന ചില കഥകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പൊതുവായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റുള്ളൊക്കെ ഇപ്പം ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് ബുദ്ധിസം ആൻഡ് സയൻസ്, ഹിന്ദുയിസം ആൻഡ് സയൻസ്, ബൈബിൾ ആൻഡ് സയൻസ്, ഇസ്ലാം ആൻഡ് സയൻസ്, എല്ലാവർക്കും ശാസ്ത്രവുമായിട്ട് തങ്ങളുടെ മതം ബന്ധപ്പെട്ടതാണ്. സയൻസ് ആണ് ഞങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത എല്ലാ മതക്കാരും കാണിക്കുന്നുണ്ട്. അപ്പൊ ശാസ്ത്രം ഇങ്ങനെ പകച്ചു നോക്കി നിൽക്കുകയാണ്. കാര്യം ശാസ്ത്രത്തിനെ കൊണ്ടുപോയി കുറെ ഗോത്രവർഗ കഥകളുടെ തൊഴുത്തിലാണ് കെട്ടുന്നത്. ഇവർക്ക് ശാസ്ത്രത്തോട് ഭയങ്കര ആഭിമുഖ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം വേറൊരു പ്രശ്നമുണ്ട്. ശാസ്ത്രം പറഞ്ഞാല് ഉടനെ മറ്റു ചില ആരോപണങ്ങൾ വരും. എന്താണ്? യുക്തിവാദികൾ കഞ്ചാവാണ്, മയക്കുമരുന്നാണ്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവരാണ്. എന്താ കാര്യം? എന്താ? മനുഷ്യനുണ്ടായത് പരിണാമത്തിലൂടെ നടന്ന് പറഞ്ഞു പോയി, വേറെ വലിയ തെറ്റൊന്നും ചെയ്തില്ല. അപ്പോ ഒരു വശത്ത് ശാസ്ത്രപ്രേമം പറയുകയും ചെയ്യും, അതേസമയം മതത്തിന്റെ കഥകൾക്കെതിരായി ശാസ്ത്രം വന്നു കഴിഞ്ഞാൽ ഉടനെ യുക്തിവാദികളെ പശ്ചിമലാവധി പറഞ്ഞ അച്ഛനെ വിളിക്കും. മറ്റു ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരും. പ്രപഞ്ചത്തിലെ 95.6% അന്ധകാര ഊർജ്ജ ദ്രവ്യങ്ങളാണ്. വെറും 4.4% മാത്രമാണ് സയൻസ് കണ്ടെത്തിയത്. അറിയാത്ത പ്രപഞ്ച സൃഷ്ടാവില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഈ കണ്ടെത്തിയില്ല എന്ന് പറയുന്നതിന്റെ കൃത്യമായ ശതമാനക്കണക്ക് 95.6% കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത്, കണ്ടെത്തിയിട്ടില്ല പിന്നെ എങ്ങനെ അതിന്റെ കൃത്യമായ കണക്കെടുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. മതത്തിന്റെ പിന്നിൽ എന്തോ വലിയ ശാസ്ത്രമുണ്ടെന്നുള്ള ഒരു ധാരണ പരത്താനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് മതമില്ലെങ്കിൽ എന്തോ വലിയൊരു അബദ്ധം സംഭവിക്കുന്ന പോലെയാണ്. ഒരു മൊറാലിറ്റി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതം വേണം എന്നൊരു ധാരണയാണ്. ഒന്നുമില്ല. എ മാൻ വിതൗട്ട് റിലീജിയൻ ഇസ് ലൈക്ക് എ ഫിഷ് വിതൗട്ട് എ ബൈസൈക്കിൾ. അത്രേ ഉള്ളൂ. സൈക്കിൾ ഇല്ലാത്തൊരു മീനെ പോലെയുള്ള ഒരു മീനിന് സൈക്കിൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമോ അത്രയും മാത്രമേ നിങ്ങൾക്ക് മതമില്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
തുടർന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളും മാനവരാശിക്ക് മാതൃകയാക്കാവുന്ന പല സന്ദേശങ്ങളും നൽകുന്നുണ്ട്. യുക്തിവാദം എന്ത് സന്ദേശമാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇതെല്ലാം സാധാരണക്കാരന്റെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ്. മത നേതാക്കൾ ഇവർക്ക് ചാർത്തി കൊടുക്കുന്ന, ഇവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ വിനയം, വിജ്ഞാനം ഇതെല്ലാം ചേർന്ന ഇസ്ലാമിക വിശ്വാസിയാവും, അല്പജ്ഞാനവും അഹങ്കാരവും ചേർന്നാൽ യുക്തിവാദിയാണ്. ശരിയല്ലേ? അല്ലേ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. വേറെ ചോദ്യങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട് കേട്ടോ. പ്രകാശത്തേക്കാൾ വേഗതയിൽ വികസിക്കുന്ന പ്രപഞ്ച വസ്തുക്കൾക്ക് സ്പേസ്, മാറ്റർ, എംപ്റ്റിനെസ്, വാക്യൂം, പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മെക്കാനിസം എന്താണ്? ഇതിന് എന്താണ് പറയേണ്ടത്? ഇതെല്ലാം ഏതെങ്കിലും മതപുസ്തകത്തിൽ എഴുതിയതാണോ? ഒരു മതപുസ്തകമല്ല, ശാസ്ത്രത്തിൽ നിന്ന്. മറ്റേ ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, മേരി ബില്ലി ഓർ മുസേഹി മ്യാവ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ, അതായത് സ്വന്തം ശാസ്ത്രത്തിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറയാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി. അപ്പൊ എന്താണ് പ്രതീക്ഷിക്കുന്ന ഉത്തരം? എന്താണ്? ഇത് ഉണ്ടാക്കിയത് നമ്മുടെ പടച്ചവനാണ്, അല്ലെങ്കിൽ നമ്മുടെ യഹോവയാണ്, കർത്താവാണ്, അതുകൊണ്ട് പുള്ളിയിൽ വിശ്വസിക്കണം. പിന്നെ വേറെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ഫിസിക്സിൽ ഒരുപാട് ഇതിന്റെ പല വേർഷൻ ഉണ്ട്. ഫിസിക്സിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഐസക് ന്യൂട്ടൺക്ക് അടുത്ത ദൈവവിശ്വാസിയാകാനുള്ള എന്താണ് കാരണം? കാരണം ചോദിച്ചാൽ വളരെ ലളിതമായ കാരണം, മെട്രോമാൻ ശ്രീധരൻ ചാണകം ചവിട്ടിയാൽ ഒരു 17-ാം നൂറ്റാണ്ടിലെ മെട്രോമാൻ ആയിരുന്നിരിക്കണം ഐസക് ന്യൂട്ടൺ. അത്രയേ ഉള്ളൂ. ചാണകം ചവിട്ടാൻ പ്രത്യേകിച്ച് കാരണമോ പ്രത്യേകിച്ച് പ്രായമോ പ്രത്യേകിച്ച് അറിയോ ഒന്നുമില്ല. ഇത് പലർക്കും സംഭവിക്കാവുന്ന ഒരു അബദ്ധം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അല്ലെങ്കിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവർ വരുന്നത്, ഇഫ് ദർ ഇസ് എ ഗോഡ്, ഇഫ് ഗോഡ് എക്സിസ്റ്റ് ദർ മസ്റ്റ് ബി എ പർപ്പസ് ഇൻ ലൈഫ്. അപ്പോൾ പർപ്പസ് എന്താണ്? പർപ്പസ് ഉണ്ടാവണം, പിന്നെ പർപ്പസ് ഉണ്ടാക്കിയ ഒരാളുണ്ടാവണം. ഇങ്ങനെ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ആണ് ഈ ദൈവത്തിന്റെ പേരിൽ. അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ്, കോസ്മിക് ദൈവം എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയും, ഒരു കോസ്മിക് ഗോഡ്, അത് മതജാതി മത സങ്കല്പങ്ങൾക്ക് അതീതമായ ഒരു ദൈവം എന്ന് പറയുന്ന സാർവത്രികമായ അംഗീകാരമുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരു ദൈവം എന്ന് പറഞ്ഞു ഇവർ കൊണ്ടുവരുന്ന ദൈവം. സോ അതുകൊണ്ട് പക്ഷേ ഈ മതഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ, ജൂതഗ്രന്ഥം ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ജൂതമതം ഇല്ലാതെ പിന്നെ ക്രിസ്തുമതം ഇല്ല. കാരണം ജൂതമതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുമതം വരുന്നത് തന്നെ. ഇതേതെങ്കിലും പുസ്തകത്തിൽ നിങ്ങൾ സൃഷ്ടാവായ ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ദൈവം മണ്ണ് കുഴിച്ച് എന്തോ ഉണ്ടാക്കി, ആകാശവും ഭൂമി ഉണ്ടാക്കി എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവിടത്തുള്ള പ്രപഞ്ച വിജ്ഞാനം, കോസ്മോളജി വളരെ വിചിത്രമാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ദൈവസങ്കല്പം എന്തൊക്കെയാണ് അവിടെ? എന്താണ് ഇവരുടെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ്? എന്താണ്? അല്ലെങ്കിൽ ടേംസ് ഓഫ് റെഫറൻസ് എന്നൊക്കെ പറയുന്നത് ഇവർ എന്താണ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ, ആ കാലത്തെ ഗോത്രവർഗ കാലത്തെ ബ്രോൺസ് ഏജിലെ പുരുഷന്മാരുടെ, ഗോത്ര നേതാക്കളായിരുന്ന പുരുഷന്മാരുടെ അധികാരം, സമ്പത്ത്, അവരുടെ ലൈംഗികമായ ആഗ്രഹങ്ങൾ തുടങ്ങി അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കാമനകൾ, ഇച്ഛകൾ, ഇവർക്ക് അനുസരണമായ ചില വിഷയങ്ങളല്ലാതെ പ്രപഞ്ച സൃഷ്ടിയൊന്നും അവിടെയൊന്നും ഈ ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ശാസ്ത്രവും ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ വന്ന ഒരു പുസ്തകം, ഈ പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പം ജൂതമതം, അതിൽ മോസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ടായ വെളിപാടാണ് അവിടുത്തെ തുടക്കം. സംഭവം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അദ്ദേഹം പറയുന്നത് അതിനു മുമ്പ് എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ തുടങ്ങിയെന്നാണ് മോസസ് അവകാശപ്പെടുന്നത്. ഇദ്ദേഹത്തിന് തുടങ്ങിയത് ദൈവത്തിന്റെ വെളിപ്പാടെന്താ? ഒരു മെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. അതാണ് പുരുഷന്മാരുടെ ഒരു ജനനേന്ദ്രിയത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കളയണം. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത്, എന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ പറയപ്പെടുന്ന കോസ്മിക് ദൈവം, ക്വാണ്ടം ഫിസിക്സ് മുതൽ ഹിഗ്സ് ബോസോൺ മുതൽ ബയോളജിയിലും അല്ലെങ്കിൽ ഏതൊരു ശാസ്ത്ര വിഭാഗങ്ങളുണ്ടോ അതെല്ലാം ഉണ്ട് എന്ന് അതിന്റെ അവസാന പോയിന്റിലുള്ള ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചോദിക്കുന്നത് പോലെ ഉള്ള ഒരു ദൈവം എവിടെ ഇരിക്കുന്നു? ഈ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, ദൈവമായിട്ടുള്ള മനുഷ്യരുടെ ബന്ധത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയപ്പെടുന്ന ഒരു ഗോത്രവർഗ ദൈവം എവിടെ ഇരിക്കുന്നു? ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ്. അതുകൊണ്ട് കോസ്മിക് ദൈവത്തിന്റെ നിലനിൽപ്പല്ല ഈ പറഞ്ഞ ദൈവത്തിന്റെ നിലനിൽപ്പ്. ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവരുടെ ബാക്കി ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? അടുത്ത ഗോത്രത്തെ കൊല്ലുക, തൊട്ടടുത്ത ഗോത്രത്തെ കൊന്ന് അവരുടെ സമ്പത്ത്, അവരുടെ കന്നുകാലികൾ, അവരുടെ സ്ത്രീകൾ, അതൊരു സമ്പത്താണ്, അവരെ പിടിച്ചെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു താല്പര്യം. ഈ ഒരു താല്പര്യം ഒരിക്കലും ഒരു കോസ്മിക് ദൈവത്തിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ കോസ്മിക് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല. വേറൊരു കാര്യം, ഇത് നമ്മൾ പിന്നെയും നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുണ്ടെങ്കിൽ, ഒരു കോസ്മിക് ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഓൾ പവർഫുൾ ആയിക്കൊള്ളുന്നില്ല, ഒരൊറ്റ പ്രപഞ്ചം ആയിക്കൊള്ളുന്നില്ല. അതിലോട്ടും ഞാൻ കയറുന്നില്ല, അതൊരു വ്യത്യസ്തമായ വിഷയമാണ്. സോ ചുരുക്കത്തിൽ ഈ ദൈവ സങ്കല്പം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറെ പേര് മതവിശ്വാസികൾ, കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് വേണ്ടിയത്, അവർക്ക് മതത്തിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന കുറെ സാധാരണക്കാരുണ്ട്. അവർക്ക് കൃത്യമായ മതത്തിന്റെ ക്ലെയിമുകളെ കുറിച്ച് പറയുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്താൽ കൃത്യമായിട്ട് മിനിറ്റ് വെച്ച് ഇവർ ആ മതവിശ്വാസം വിട്ട് പുറത്തേക്ക് പോകും. അത് പോവാതിരിക്കണമെങ്കിൽ തൽക്കാലത്തേക്കൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട്, അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട്
ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ് ദൈവമുണ്ടോ എന്നുള്ളതും അതിനെ സംബന്ധിച്ചുള്ള കോസ്മിക് ദൈവവും പ്രപഞ്ച സൃഷ്ടാവും എന്താ പറയുന്നത് ജാതി മത ദേശ കാലങ്ങൾക്ക് അതീതനായ ദൈവം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സംഭവം മതപുസ്തകത്തിലില്ല. എന്നാൽ തൽക്കാലം ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ്. സാധാരണ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോത്രവർഗ കഥകൾക്ക് വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺഫ്യൂഷനുകൾ ഇവർ മുമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ വിശ്വസിക്കാൻ തയ്യാറായിരിക്കുന്ന ചെറുപ്പം മുതൽ അങ്ങനെ കണ്ടീഷൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആട്ടിൻകൂട്ടം ഒരു പറ്റം ഫോളോവേഴ്സ് ഇത് വിശ്വസിക്കുകയും ഇവരെ പിന്തുടരുകയും ചെയ്തുകൊള്ളും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചുരുക്കം. സോ ആക്ച്വലി നമ്മൾ ശാസ്ത്രീയമായി നോക്കിയാൽ മതകഥകൾ ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു മതകഥയും നിലനിൽക്കുന്നില്ല. അത് നമുക്ക് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ആദം ഹവ എന്ന് പറയുന്ന കഥ എവിടെയെങ്കിലും നിലനിൽക്കും? ഒരു കാരണവശാലും ശാസ്ത്രീയമായി നല്ല ഒരു കോമൺ സെൻസ് ഉള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കഥയല്ല. കോസ്മോളജി നമ്മൾ പഠിച്ച ആ 6 ഡേ ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു വിദൂര സങ്കല്പത്തിൽ പോലും ഒരിക്കലും നടന്നുകൂടാത്ത ഒരു സങ്കല്പമാണ്. അതൊരു കഥയാണ്. അതൊരു വെറും കെട്ടുകഥ എന്നുള്ളത് മാത്രം ഒരു നിലവാരമില്ലാത്ത കഥയാണെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് ദൈവത്തിന്റെ ഇതിനു വേണ്ടി പറയുന്ന ഒരു കാര്യം ഇന്റലിജന്റ് ഡിസൈൻ. നിങ്ങളുടെ ഏതെങ്കിലും മതപുസ്തകത്തിൽ ഇന്റലിജന്റ് ഡിസൈൻ ഒരു വാക്കുണ്ടോ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. ഇത് മതത്തിന് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അതുപോലെ നിലനിൽക്കുന്ന ഒരു വാദമല്ല. യങ് എർത്ത്, പ്രപഞ്ചത്തിന് പ്രായം കുറവാണെന്നുള്ള വാദം. നോവ എന്ന് പറയുന്ന ഒരാളുടെ കാലത്ത് സംഭവിച്ച ഒരു പ്രളയത്തെക്കുറിച്ച് മതകഥകൾ പറയുന്നുണ്ട്. അത് എവിടെയെങ്കിലും നിലനിൽക്കുന്ന കാര്യമാണോ? അത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. ആത്മാവ്, ഈ വാദത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? അതും നിലനിൽക്കാൻ തെളിവുള്ള ഒരു വാദമല്ല. ഇങ്ങനെ നോക്കിയാൽ മനുഷ്യൻ അതാത് സംസ്കാരത്തെ അതാത് കാലഘട്ടത്തിൽ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ മോഹങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ ചില സങ്കല്പങ്ങൾ മാത്രമാണ് ദൈവം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ഈ സോക്കോൾ കോസ്മിക് ദൈവം എന്ന് പറയുന്നതും മതകഥകളിലെ ദൈവം അല്ലെങ്കിൽ ആ കഥകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു കാലത്ത് ഇപ്പം മാനേജ്മെന്റിൽ പറയാറുള്ള, ഇംഗ്ലീഷിൽ പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, യെസ്റ്റർഡേസ് സൊല്യൂഷൻസ് ആർ ടുഡേസ് പ്രോബ്ലം എന്ന് പറയാറുണ്ട്. ഇന്നലെ നമ്മൾ ഒരു സൊല്യൂഷനായിട്ട് കണ്ടുപിടിച്ച കാര്യമാണ് ഇന്നത്തെ പ്രധാന പ്രശ്നങ്ങൾ അല്ലെ എന്ന് പറയാറുണ്ട്. ലളിതമായിട്ട് പറഞ്ഞ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ബസ്സിൽ കയറി ദിവസം ഓഫീസിൽ പോകുന്നു, ബസ് വൈകുന്നു, പല പ്രശ്നങ്ങൾ വരുന്നു, ഓഫീസിൽ പ്രശ്നമാവുന്നു, ലേറ്റ് ആയിട്ട് വരുന്നതിന്, എന്നാൽ പിന്നെ ഒരു സ്കൂട്ടർ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. അതൊരു സൊല്യൂഷനാണ് അല്ലെ. ഒരു പ്രശ്നത്തിൽ ലേറ്റ് ആയിട്ട് പല ദിവസം ഓഫീസിൽ എത്തുന്നതിന് ഒരു പരിഹാരമാണ് സ്കൂട്ടർ വാങ്ങിക്കുന്നത്. ഈ സ്കൂട്ടർ വാങ്ങിച്ചാൽ പക്ഷെ മഴക്കാലം തുടങ്ങി കഴിയുമ്പോൾ നനഞ്ഞു കുളിച്ച് ഷൂവില്ലാത്ത മുഴുവൻ വെള്ളം കയറി ഷർട്ടും എല്ലാം നനഞ്ഞ് നമ്മുടെ ലാപ്ടോപ്പ് മൊബൈലെല്ലാം നനഞ്ഞൊരു വിഷയം കേടായിട്ടാണ് നമ്മൾ ഓഫീസിലെത്തുന്നത്. സ്കൂട്ടർ വാങ്ങിച്ചതിന്റെ അനന്തര ഫലമാണ്. അപ്പം ഇന്നലത്തെ നമ്മുടെ സൊല്യൂഷൻ ഇന്ന് അടുത്തൊരു പ്രശ്നം നമ്മൾക്ക് കൊണ്ടുവന്ന് തരികയാണ്. ഇനി ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുമില്ല റെയിൻകോട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ അടുത്തതായിട്ട് സ്കൂട്ടർ മാറ്റി കാറ് വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും. സോ ജനറലി പറയുന്ന ഒരു കാര്യമാണ് യെസ്റ്റർഡേസ് സൊല്യൂഷൻസ് ആർ ടുഡേസ് പ്രോബ്ലംസ്. മാനേജ്മെന്റിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് മതഗ്രന്ഥങ്ങൾക്കും ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് മണ്ണ് കുഴച്ചുണ്ടാക്കി ആദം ഹവ്വയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട് എന്നുള്ളതിന് വ്യക്തമായൊരു തെളിവായി, ആധികാരികമായൊരു തെളിവായി ഒരു കാലത്ത് അതിനെ എടുക്കാമായിരുന്നു. മനുഷ്യർക്ക് അറിവില്ലാത്ത സമയത്ത് അതൊരു സൊല്യൂഷൻ ആയിരുന്നു. ഇന്ന് ആദം ഹവ്വ കഥ ആരും വിശ്വസിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ വ്യക്തമായി ആദം ഹവ്വ ഒരു മിത്താണെന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ഇത് പറഞ്ഞാൽ മാനം പോകുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ കഥ അവിടുന്ന് മാറ്റിയവർ അതൊരു മിത്താണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ കഥ വഴി കൊണ്ടുവന്ന ദൈവസങ്കല്പം ഒരു മാറ്റവും ഇല്ലാതെ കുറച്ചുകൂടി കടുപ്പം കൂട്ടിയിട്ട് ഇന്നും നിലനിർത്തുന്നുണ്ട്. ക്രിയേഷൻ, 6 ഡേ ക്രിയേഷൻ ആയാലും ജലപ്രളയമായാലും അല്ലെ, ജലപ്രളയം എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡമോ കാംഗ്രൂ എന്ന് പറയുന്ന ഒരു മൃഗമോ ഉള്ളതായിട്ട് ജലപ്രളയ എഴുതിയ അറിയില്ല, പെൻഗ്വിനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഥ മുഴുവൻ പൊളിയും. അതുകൊണ്ട് ആ കഥ നമ്മളോട് പറയില്ല. ആ കഥയ്ക്ക് തെളിവ് ചോദിക്കുന്നതിന് മുന്നേ സാഷ്ടാംഗം പ്രമാണിച്ചിട്ട് പറയും, ഇല്ല സാറേ അതൊരു മിത്താണ് അല്ലെ. പോപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറയില്ല, ഇത് ഒരു മിത്താണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ മിത്തിൽ കൂടി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ദൈവമാണ് ചെയ്തത്, ദൈവം പ്രളയം ഉണ്ടാക്കി ഇങ്ങനെ ശിക്ഷിച്ചു മനുഷ്യരെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന കഥയിൽ ദൈവം ഇന്ന് ആ ഒരു ഗോത്രവർഗ ഏതാനും മൈലുകൾക്കുള്ളിൽ മാത്രം റേഞ്ച് ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ പ്രപഞ്ച വിജ്ഞാനം വളരുകയും ശാസ്ത്രം വളരുകയും ചെയ്യുന്ന വളർത്തി ഇപ്പോ ഈ പറഞ്ഞ 90 ബില്യൺ പ്രകാശ വർഷത്തെക്കാളും വലുതാക്കി ദൈവത്തെ വളർത്തിയത് 100 മൈൽ വ്യാസത്തിൽ മാത്രം റേഞ്ച് ഉണ്ടായിരുന്ന, അവിടെ മാത്രം അധികാര പരിധി ഉണ്ടായിരുന്ന ഒരു മരുഭൂമി ഗോത്രവർഗ ദൈവത്തെ ഇപ്പം വളർത്തി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അന്ന് പറഞ്ഞ തെളിവുകളൊക്കെ ഇന്ന്
മതത്തിന് നാണക്കേടാണ്, ലജ്ജയാണ്. അവരത് പറയുന്നില്ല. അത് പറയുന്നവരുണ്ട് ഒരു കൂട്ടർ കേട്ടോ. കടുത്ത മതമൗലികവാദികൾ ഇന്നും അത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരോടൊന്നും പറയാനില്ല. സോ ചോദ്യം വളരെ ലളിതമാണ്. Does God exist? Who cares? ഇതുകൊണ്ട് എന്താ കാര്യം? ഈ സാധനത്തെ എല്ലാം നിങ്ങളാരും ആരാധിക്കുന്നത്. ഈ സാധനമല്ല നിങ്ങളുടെ മതം ഉണ്ടാക്കിയത്. അതവിടെ ഉണ്ടാവോ ഇല്ലയോ ഇരിക്കട്ടെ. ദൈവം ഉണ്ടെന്ന് യുക്തിവാദികൾ സംഭവിച്ചു നേരം പറയുന്നത് എനിക്കറിയില്ല. അത്ര പറയാനുള്ള ബോധമുള്ളൂ പലർക്കും. അതല്ല പ്രശ്നം. ഈ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം, ഈ പറഞ്ഞ കോസ്മിക് ദൈവം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് അദ്ദേഹത്തിന് ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഭ്രാന്തി, അതൊരു ദൈവത്തിൽ നിന്നാണ് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനം പ്രത്യേകിച്ച് കയ്യിലില്ല. ഡോക്യുമെന്ററി ആയിട്ടോ ആർക്കിയോളജിക്കലായിട്ടോ ചരിത്രപരമായിട്ടോ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒന്നുമില്ല. മോസ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് പറയുന്ന മിറക്കിൾസ്, ഒരു കാട് കത്തിക്കൊണ്ടിരിക്കുന്നു, അതിനുള്ളിൽ നിന്ന് ദൈവം സംസാരിച്ചു എന്ന് പറയുന്ന മിറാക്കിൾസ്, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ അദ്ദേഹം കയറിപ്പോയി എന്ന് പറയുന്ന സമയത്ത് ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതി 10 കൽപ്പനകൾ കൊടുത്തു എന്ന് പറയുന്ന സംഭവം, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ല. ആർക്കിയോളജിക്കലായിട്ട് ഇവർ ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഇദ്ദേഹം നയിച്ചു കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഏതാണ്ട് 15-20 ലക്ഷത്തോളം വരുന്ന ഒരു ജനക്കൂട്ടം 10-40 വർഷത്തോളം മരുഭൂമിയിൽ കൂടി അലഞ്ഞ് നടന്നതിന് എന്തെങ്കിലും തെളിവ് ആർക്കിയോളജിക്കലായിട്ടോ ചരിത്രപരമായിട്ടോ എവിടെയെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു സാധനമില്ല. ഒരു കൊട്ടിഘോഷിക്കപ്പെടുന്നത് ഇപ്പം ഇന്ത്യയിലെ ഒരുപക്ഷെ ഛത്രപതി ശിവാജി മഹാരാജ് എന്നൊക്കെ പറയുന്ന ചരിത്രത്തിലെ വളരെ വീരനായ ഒരാളെ പോലെ അവർ പ്രതീക്ഷിക്കുന്ന ജൂതന്മാർ പറയുന്ന ദാവീദ്, കിങ് ഡേവിഡ് ജീവിച്ചിരുന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? ജൂതന്മാരുടെ ഒരു യൂണിവേഴ്സിറ്റി പോലെ ഇസ്രായേലിൽ ഇതുവരെ അദ്ദേഹം ചരിത്ര പുരുഷനാണെന്ന് ഒരു കഷ്ണം തെളിവ് പോലും ആരും കൊണ്ടുവന്നതായിട്ട് എന്റെ അറിവിലില്ല. യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ജനിച്ചിട്ട് വേണ്ടേ ഉയർത്തെഴുന്നേൽക്കുക? അത് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാജിക് കാണിച്ച മനുഷ്യൻ കേട്ടോ. കോട്ടയത്ത് എത്ര മത്തായി ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പം പറയാറുള്ള ഒരു കോട്ടയത്ത് എത്ര മത്തായി ഉണ്ടായിരുന്നു ചോദിക്കുക, ജെറുസലേമിൽ എത്ര ജീസസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഒത്തിരി ജീസസ് ഉണ്ടായിരുന്നു അവിടെ, അല്ലെ? ഈ മാന്നാറിൽ മത്തായി എന്ന പേരിൽ ഒരാളുകൊണ്ട് മാന്നാർ മത്തായി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു യൂറോഷ്യ തിയേറ്റേഴ്സ് എങ്കിലും നടത്തിയ ഒരു മത്തായി അവിടെ ഉണ്ടെങ്കിലേ മാന്നാർ മത്തായി ചരിത്ര പുരുഷൻ ആവുള്ളൂ എന്ന് പറയാറുള്ളത് പോലെ ഈ പറഞ്ഞ വെള്ളത്തിന് മുകളിൽ നടന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാജിക് കാണിച്ച ദൈവപുത്രൻ എന്ന് കന്യകാജനൻ എന്നൊക്കെ പറഞ്ഞ് പറയപ്പെടുന്ന, അല്ലെങ്കിൽ കുരിശിൽ മരിച്ചു എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന് ഒരു കഷ്ണം തെളിവ് നിങ്ങൾ സാധനം ഇല്ല. പിന്നെ തെളിവ് എന്താ ഉള്ളത്? എന്തിനാണ് തെളിവ് ഉള്ളത്? അല്ലെങ്കിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന തെളിവ് എന്താണ്? എവിടെയോ ശാസ്ത്രത്തിന്റെ ചില തിയറികൾക്കുള്ളിൽ ഇന്നും വിശദീകരിക്കാനാവാത്ത വളരെ ചെറിയൊരു മിനി സ്കൂൾ, ഇൻഫിനിറ്റസിമലി സ്മോൾ എന്ന് പറയാവുന്ന ഒരു കൺസെപ്റ്റിന്റെ, അതിന്റെ പിന്നിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാവാനുള്ള സാധ്യത അല്പമെങ്കിലും ഇല്ലേ? ഈ ഒരു ചോദ്യമാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിന്റെ തെളിവായിട്ടൊന്നും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നതിനോ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനോ ഈ പറയപ്പെടുന്ന മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ഏതെങ്കിലും ഒരു കഥയുടെയോ ഒരു തെളിവിന്റെ ഒരു കഷ്ണം പോലും നമുക്ക് ആർക്കും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നില്ല. ശരിയൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരൊറ്റ പോയിന്റ് ആണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു താജ്മഹൽ കാണാൻ പോയി എന്ന് വിചാരിക്കുക. നമ്മൾ ഈ താജ്മഹലൊക്കെ കണ്ട് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോ ഒരാള് നമ്മളെ അടുത്ത് വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് തൽക്കാലം ജോൺ എന്നിരിക്കട്ടെ. ജോൺ വന്നിട്ട് പറയണേ, എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് താജ്മഹൽ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഒരു 50 രൂപ തരൂ സാർ. കാരണം ഇതെന്റെ മുതുമുത്തച്ഛൻ ഉണ്ടാക്കിയ സാധനമാണ്, അതുകൊണ്ട് നിങ്ങളിത് കാണുന്നതിന് എനിക്ക് പൈസ തരണം. ഇവിടുത്തെ ചോദ്യം താജ്മഹൽ ആരെങ്കിലും സൃഷ്ടിച്ചു എന്നുള്ളതല്ല. അത് സൃഷ്ടിച്ചു, അതിന്റെ കഥയിലേക്ക് ഞാൻ പിന്നെ വരാം. ഈ പറയപ്പെടുന്ന വ്യക്തി, ഇദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛൻ അവിടെ താജ്മഹൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അദ്ദേഹം ആണത് ഉണ്ടാക്കി എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആണെന്നുണ്ടെങ്കിൽ ഇത് കാണണമെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ടിക്കറ്റ് പൈസ കൊടുത്ത് കയറുന്നല്ലാതെ ഇയാൾക്ക് 50 രൂപ വേറെ കൊടുക്കണം എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. അല്ലാതെ താജ്മഹൽ ആരെങ്കിലും ഉണ്ടാക്കിയോ ആരുണ്ടാക്കി എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം. ഇതേ ചോദ്യമാണ് വ്യക്തമായിട്ട് മതങ്ങൾ നമ്മളോട്. അതിപ്പോ ജോൺ പിന്നെ വേറെ ചെറുപ്പം ഒരു കഥ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ജോൺ പോയി കഴിയുമ്പോൾ ജാഫർ വരും, അതെ അവൻ കള്ളനാണ് കേട്ടോ, അവൻ ഫ്രോഡാണ്, എന്റെ മുത്തച്ഛനാണ് ഉണ്ടാക്കിയത്, എന്റെ ഉപ്പാണ് താജ്മഹൽ ഉണ്ടാക്കിയത്, എനിക്ക് പൈസ തരണം. അത് ശരി. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഞാൻ കൊടുക്കുന്നില്ല. ഉടനെ അടുത്തത് വേറെ എന്തെങ്കിലും, ഒരു പക്ഷെ ജനാർദ്ദനായിരിക്കും, അല്ലെങ്കിൽ ജോനത്തനായിരിക്കും, ജൂതനായിരിക്കും, സിഖുകാരനായിരിക്കും, ആരെങ്കിലൊക്കെ വരും. എല്ലാവരും പറയുന്നത് എന്റെ മുത്തച്ഛനാണ് ഈ സാധനം ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ പറയാനില്ല, ഒരുത്തിനും പൈസ കൊടുക്കുന്നില്ല, ഞാൻ പോവാണ്, എനിക്കിത് കാണാൻ, ഞാൻ ആർക്കിയോളജിക്കൽ സർവേ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കേണ്ട ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ പോവാണ്, കാൾ കൊടുക്കാൻ താല്പര്യമില്ല, നിങ്ങളൊക്കെ ഫ്രോഡാണ് എന്ന് പറയുന്ന സമയത്ത് ഈ 4 പേര് ഒന്നാവും.
അത് പറ്റില്ല. ഞങ്ങൾ 4 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ഇപ്പൊ 4 പേരല്ലേ അവകാശവാദം ഉന്നയിക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ പറയുന്ന 4 പേരേ ഉള്ളൂ, അല്ലെ? അല്ലെങ്കിൽ 3 പേര്, ജോൺ, ജാഫർ, ജനാർദ്ദൻ അല്ലെങ്കിൽ ജോണത്തൻ, വാട്ടി 4 പേര് വെച്ചു. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ പൂർവികനായിരിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് തന്നേ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിൽ മതങ്ങൾ വളരെ യോജിപ്പിലാണ്. ഏതെങ്കിലും ഒരാൾക്ക് പൈസ നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. എന്തുകൊണ്ട് 5ാമത് ഒരാളായിക്കൂടെ? എന്തുകൊണ്ട് 6ാമത് ഒരാളായിക്കൂടെ? വാസ്തവത്തിൽ നമുക്കറിയത് അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അതേ അവകാശവാദം തന്നെയാണ് മതം നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഈ അവകാശവാദം എന്നോട് ഇന്നയാള് സംസാരിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അവകാശവാദത്തിനാണ് നമുക്ക് തെളിവുണ്ട്. അല്ലാതെ അതിനപ്പുറത്ത് കോസ്മിക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് യാതൊരു കാരണവശാലും നമുക്ക് ബാധകമായ ഒരു ചോദ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. എന്റെ പിതാമഹനാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 4 പേരല്ലേ ചോദിക്കുന്നുള്ളൂ, ഞങ്ങളിൽ ആരെങ്കിലും ആയിരിക്കണം. ഇതേ ഒരു ലോജിക്ക് തന്നെയാണ് മതം നമ്മളുടെ മുമ്പിൽ ഉപയോഗിക്കുന്നത്. മതങ്ങളല്ലേ ഉള്ളൂ, അല്ലെ? ക്രിസ്തു മതമുണ്ട്, ഇസ്ലാം ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്. കാര്യം പറഞ്ഞ പോലെ ശരിയാണ്, ആയിരക്കണക്കിന് മതങ്ങളുണ്ട്. പലതും നിന്നുപോയി, പലരുടെയും വാലിഡിറ്റി കഴിഞ്ഞു. പക്ഷെ ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന അവിടെ അവര് ജനസംഖ്യയൊക്കെ ഉപയോഗിക്കും. ഏറ്റവും ടോപ്പ് റേറ്റിംഗിൽ ഇത്രയും കൂടുതൽ, അല്ലെങ്കിൽ ജനസംഖ്യയിൽ എണ്ണത്തിൽ ഇത്ര ബില്യൺ ഞങ്ങളാണ്, 2ാമത് ഞങ്ങളാണ്, ഇതാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ 2ാമതാണെങ്കിലും 50 കൊല്ലം കൊണ്ട് ഞങ്ങൾ 1ാമതാവും. ഞങ്ങൾ 2ാമത് 3ാമത്. അപ്പൊ മാർക്കറ്റിംഗിലാണെങ്കിലും 2ാമന്റെയും 3ാമന്റെയും അവകാശവാദം എപ്പോഴും ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്നത് ഞങ്ങളാണെന്നല്ലേ. ഇപ്പൊ സർവേയിൽ ഈ പത്രത്തിൽ ഇന്ന പത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രചാരം എന്ന് പറഞ്ഞാൽ 2ാമത്തെ പത്രം പറയുന്നതാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത് ഞങ്ങൾക്കാണ്. അതേ മറുപടി തന്നെയാണ് ഇവിടെ നമ്മളുടെ അടുത്ത് പറയുക. അവരേറ്റവും മുമ്പിലായിരിക്കും, പക്ഷെ അതിന് പല കാരണങ്ങളുണ്ട്. അവർ അധികാരം ഉപയോഗിച്ചു, ഇത് ഉപയോഗിച്ചു, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ. പക്ഷെ അടുത്ത 50 കൊല്ലം കൊണ്ട് നമ്മൾ ശരിയാക്കി തരാം. ഓക്കെ. ഈ ഒരു അവകാശവാദം ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്നുള്ള അല്ലാതെ ഇവർ തമ്മിലുള്ള തർക്കം എന്നുള്ളതല്ലാതെ അവൻ ഫ്രോഡാണ് സാറേ, ഞാനാണ് സാറേ ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ മുത്തച്ഛൻ ഉണ്ടാക്കി എന്നുള്ള ഈ തമ്മിൽ തർക്കമല്ലാതെ അബ്സല്യൂട്ട് ആയിട്ട്, അല്ലെങ്കിൽ പിന്നെ താജ്മഹൽ ഉണ്ടല്ലോ ഇവിടെ, ആരും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആരും ഉണ്ടാക്കാതെ ഇവിടെ താജ്മഹൽ ഉണ്ടാവില്ലല്ലോ. ഈ ഒരു വാദത്തിന്റെയും തർക്കം മാത്രമാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യവും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളുമായിട്ടുള്ള ചോദ്യം. അപ്പോ ഇനി അടുത്ത വേറെ ഒരാൾക്കൊരു ചോദ്യമുണ്ട്. താജ്മഹൽ ആരെങ്കിലും ഉണ്ടാക്കിയല്ലോ, അപ്പൊ ഞാൻ സ്ഥലം മാറ്റി. ഞാൻ താജ്മഹലിന്റെ മുമ്പിലല്ല നിൽക്കണത്, ഞാൻ നയഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇനിയും വരുമല്ലോ അല്ലെ, ഇവിടെയും വരും. എന്റെ മുത്തച്ഛനാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. താജ്മഹലിൽ ചുരുങ്ങിയ പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്റെ മുത്തച്ഛൻ ഉണ്ടാക്കിയതെന്ന്, ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റും. ഈ സാധനം ആരുണ്ടാക്കി? അപ്പൊ ഇത് തന്നെ ഉണ്ടാവാം അല്ലെ, അപ്പൊ അതും തന്നെ ഉണ്ടാവാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് തീർത്തും നിരർത്ഥകമായ ഒരു ചോദ്യമാണ്. ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളുടെ പ്രവാചകൻ, നിങ്ങളുടെ അവകാശവാദത്തിന് എന്താണ് വാലിഡിറ്റി ഉള്ളത്? അപ്പൊ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റിവെക്കുക. അതിൽ ഒത്തിരി കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ പേരിൽ പലരെയും നിങ്ങൾക്ക് മതത്തിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ വ്യക്തമായ ഒരു ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്. ഏത്? നിങ്ങളുടെ ക്ലെയിമിനുള്ള ഒതന്റിസിറ്റി എന്താണ്? ചരിത്രപരമായോ ശാസ്ത്രീയമായോ ആർക്കിയോളജിക്കലായോ സാമൂഹ്യ ശാസ്ത്രപരമായോ ഏതെങ്കിലും രീതിയിൽ അന്നത്തെ ഗോത്രവർഗ കാലഘട്ടത്തിൽ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ കസ്റ്റംസും അവരുടെ ആചാര രീതികളും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഈ പുസ്തകത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യമാണ് പ്രസക്തമായ ചോദ്യവും അവിടെയാണ് കൃത്യമായ മതങ്ങൾക്ക് ഉത്തരം മുട്ടുന്നതും. അതുകൊണ്ട് ആ കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് എപ്പോഴും ഈ സിനോക്സ് പാരഡോക്സിൽ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കേണ്ട ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ വലിച്ചു നീട്ടി വർഷങ്ങളോ മാസങ്ങളോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോ നീട്ടിക്കൊണ്ടു പോവുകയും ആ ഒരു സംശയത്തിന്റെ ചെറിയൊരു സംശയത്തിന്റെ ആനുകൂല്യം എന്ന് പറയാവുന്ന വളരെ ചെറിയൊരു സംശയത്തിന്റെ ആനുകൂല്യം അതവിടെ നിലനിർത്തുകയും അതിന്റെ പേരിൽ ഞാൻ പറയുന്ന ഗോത്രവർഗ കഥകൾക്ക് തെളിവുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുക എന്നൊരൊറ്റ ടെക്നിക്കാണ് മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ മറുപടി ഹൂ കെയേഴ്സ്, യാതൊരു താല്പര്യമില്ല അതിനെപ്പറ്റി സംസാരിക്കാൻ. നിങ്ങളുടെ മതത്തെ പറ്റി പറയും. താങ്ക് യു.